സോമിന്റെ നെക്ലേസ് ഒക്കെ കാണുവാൻ നല്ല ഭംഗിയുണ്ടെന്ന് പറഞ്ഞ് മിൻഹ്വാനും സോമിനും കൂടി ചേർന്നിട്ട് ഫ്ലാഗ് ഒക്കെ ഉണ്ടായിരുന്ന സ്ഥലത്തേക്ക് എത്തിയിരിക്കുകയാണ്. പക്ഷെ അവരവിടെ എത്തി കഴിയുമ്പോഴത്തേക്കും ഫ്ലാഗ് മറ്റാരോ കൈക്കലാക്കിയെന്ന സത്യം മനസ്സിലാക്കുന്നു. ജിഹുക്ക് ജീവന്റെ അടുത്ത് ഉറപ്പുള്ള ഒരു മണ്ണൊക്കെ ആകുവാനാണ് തന്റെ ആഗ്രഹം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. ഇപ്പോൾ അവളും അതെന്താണ് പറഞ്ഞതെന്ന് മനസ്സിലാക്കാത്തത് കൊണ്ട് തന്നെ ജൂറാന്റെയും ഹയോന്റെയും അടുത്ത് അതിനെക്കുറിച്ചൊക്കെ ചോദിക്കുകയാണ്. ഹയ്യോന്റെ കാര്യം പറയുമ്പോഴത്തേക്കും അവൾക്ക് ഫുഡിനെ കുറിച്ച് മാത്രമായിരുന്നു ചിന്ത. അതുകൊണ്ട് തന്നെ ഫുഡിനെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞതായിരിക്കുമെന്നൊക്കെ അവളും തെറ്റിദ്ധരിക്കുന്നു. നിന്നോട് ആരാണോ ഇതിനെക്കുറിച്ച് പറഞ്ഞത് അയാളോട് പോയി ചോദിക്കുവാനൊക്കെ ഹയോൺ പറയുന്നുണ്ട്. പക്ഷെ തിരിച്ചു ചോദിക്കുവാനായിട്ട് സാധിക്കുകയില്ല എന്നൊക്കെ ജിയോണും പറയുന്നു. എന്റെ ഹസ്ബൻഡും ഇങ്ങനെയാണ്, എന്നോട് പല കാര്യങ്ങളും പറയും, പക്ഷെ എനിക്കതൊന്നും മനസ്സിലാവുകയില്ല. ഒന്നാം സ്ഥാനം കിട്ടിയത് നിനക്ക് ആയതുകൊണ്ട് തന്നെ നീ കിടന്നുറങ്ങുവാനായിട്ട് പോകുന്നതും ആ ഒരു വണ്ടിയിലൊക്കെ ആണല്ലോ. ഒരു കാര്യം ചെയ്യുക, മിൻഹ്വാനെയും കൂടി ആ ഒരു വണ്ടിയിലേക്ക് വിളിക്കുക, എന്നിട്ട് കാര്യം ചോദിച്ചാൽ പോരെ എന്നൊക്കെ ചൂറാനും പറയുന്നു. അപ്പോഴാണ് ഇതിനു മുമ്പ് നടന്ന കാര്യങ്ങളെ കുറിച്ച് ചിവൺ ഓർക്കുന്നത്. ചിവണ് 4-ാം നമ്പർ ആയിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നത്. അവളും ഒരു ടെന്റിലൊക്കെ കിടന്നു. പക്ഷേ സ്ലീപ്പ് ബാഗിൽ കിടക്കുവാനായിട്ട് സാധിക്കുകയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് മിൻഹ്വാനും രാത്രി ആയപ്പോഴത്തേക്കും അവളുടെ അടുത്ത് എത്തിയിട്ടുണ്ടായിരുന്നു. പിന്നീട് മറ്റൊരിടത്ത് കിടക്കാമെന്ന് പറഞ്ഞ് അവളെ കൂട്ടിക്കൊണ്ടും പോയി. അതേസമയം ഇത്തവണ അവൾക്ക് 1-ാം നമ്പർ ഫ്ലാഗ് ഒക്കെയാണ് കിട്ടിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അവൾ കിടക്കുവാനായിട്ട് പോകുന്നത് മറ്റൊരിടത്താണ്. അതുകൊണ്ട് തന്നെ മിൻഹ്വാനും സോമിനും കൂടി എന്തെങ്കിലുമൊക്കെ നടക്കുവാനായിട്ടുള്ള സാധ്യതകൾ കൂടുതലാണെന്നുള്ള കാര്യം ജിയോണും മനസ്സിലാക്കുന്നു. നേരത്തെ ജീവിതം എങ്ങനെയായിരുന്നു അതേപോലെ തന്നെ വീണ്ടും ജീവിക്കുക എന്നതാണ് ജിയോണിന് ഏറ്റവും പേടിയുള്ള ഒരു കാര്യം. അതുകൊണ്ട് തന്നെ അതിനെ മറികടക്കുവാൻ എന്തു താൻ ചെയ്യുമെന്ന വിശ്വാസമൊക്കെ അവൾക്കുമുണ്ട്. മിൻഹ്വാനും അവളുടെ കയ്യിൽ നിന്നും പണമൊക്കെ മേടിച്ചതിന് ശേഷം സോമിന് ഒരു നെക്ലേസ് മേടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു എന്ന് അവൾ പറയും. പണ്ടാക്കട്ടെ അവൾക്ക് ചെറിയൊരു നെക്ലേസ് ഒക്കെ അവൻ മേടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇത്തവണ സോമിന് വലിയൊരു നെക്ലേസ് തന്നെയാണ് മേടിച്ചു കൊടുത്തിട്ടുള്ളത്. അവളെ സ്വന്തമാക്കണമെങ്കിൽ അത്രയ്ക്ക് നിസ്സാര കാര്യമല്ല എന്ന കാര്യം അവൻ മനസ്സിലാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ തവണ അവൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് എന്താണെന്ന് മനസ്സിലാക്കാതെ ഇപ്പോൾ മണ്ണെന്നായിരുന്നോ അതോ മറ്റെന്തെങ്കിലും ആയിരുന്നോ നീ പറഞ്ഞിട്ടുണ്ടായിരുന്നതെന്നൊക്കെ ജേവണും ജിഹുക്കിന്റെ അടുത്ത് ചോദിക്കുന്നു. സ്വന്തമായിട്ട് ഫ്ലാഗ് ഒന്നും കണ്ടുപിടിക്കുവാൻ സാധിക്കാത്ത സോമിനാകട്ടെ ഓരോരുത്തരുടെയും പിറകെ നടന്നിട്ട് അവരുടെ പേരൊക്കെ വലിച്ചു കീറുകയും അവരുടെ ഫ്ലാഗ് സ്വന്തമാക്കുകയും ചെയ്യുന്നു. 1-ാം നമ്പർ ഫ്ലാഗ് ഒക്കെ ആർക്കാരെങ്കിലും കിട്ടിയിട്ടുണ്ടാക്കുക എന്നൊക്കെ സോമിൻ ആലോചിച്ച് നിൽക്കുമ്പോഴത്തേക്കും ആയിരുന്നു സോമനും ചിവണെ കണ്ടിട്ടുണ്ടായിരുന്നത്. ചിവണാകട്ടെ ആ ഒരു ഫ്ലാഗ് ഒക്കെ ഒളിപ്പിച്ചു വെച്ച് കഴിയുമ്പോഴത്തേക്കും സോമനും അവളുടെ നെയിം ടാഗ് ഒക്കെ വലിച്ചു കീറുവാനായിട്ട് നോക്കുന്നു. പക്ഷേ ചിവൺ അത് ശ്രദ്ധിക്കുകയും അവളെ പിടിച്ച് ഉപദ്രവിക്കുകയും ചെയ്യുകയാണ്. അങ്ങനെയിരിക്കെ വിഷമിച്ചിരുന്ന സൂമിന്റെ അടുത്ത് ഇതൊരു ഗെയിമായിട്ട് മാത്രം കണ്ടാൽ മതിയെന്ന് പറഞ്ഞ് ജീവണും പോകുന്നു. ജീവൺ കുറച്ചു ദൂരം പോയി കഴിയുമ്പോഴത്തേക്കും സോമനും ജീവനെ പിടിച്ച് തള്ളിയിട്ടതിന് ശേഷം അവളുടെ നെയിം ടാഗ് ഒക്കെ വലിച്ചു കയറുന്നു. അതിനുശേഷം അവളുടെ ഫ്ലാഗ് സ്വന്തമാക്കിയിട്ട് സോമിന്റെ കയ്യിലുണ്ടായിരുന്ന 4-ാം നമ്പർ ഫ്ലാഗ് ഒക്കെ ജീവണ് നൽകുകയാണ്. ഈ വെള്ളത്തിലൂടെ ഒക്കെ പോയിട്ട് ഈ ഫ്ലാഗ് സ്വന്തമാക്കിയില്ലേ, അതുകൊണ്ടൊന്നും അത്ര വലിയ കാര്യമില്ല. ഏറ്റവും ഒടുവിൽ ആരുടെ കയ്യിലാണോ ഫ്ലാഗ് ഇരിക്കുക അയാളായിരിക്കും വിജയിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് സൂമിന് നിൽക്കുന്നു. രാത്രി ഗെയിമൊക്കെ അവസാനിച്ച് കഴിയുമ്പോഴത്തേക്കും 1-ാം നമ്പർ ഫ്ലാഗ് ആർക്കാണ് കിട്ടിയതെന്ന് ഹയോൺ ചോദിക്കുമ്പോഴത്തേക്കും ജീവൺ ആയിരുന്നു എണീറ്റ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോഴാണ് മറ്റൊരു ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നത്. ജീവന്റെ അടുത്ത് നിന്നും സൂമിൻ 1-ാം നമ്പർ ഫ്ലാഗ് ഒക്കെ തട്ടിയെടുത്തിട്ടുണ്ടായിരുന്നെങ്കിലും ആ ഒരു ഫ്ലാഗ് കൈവിട്ട് കളയുവാനായിട്ട് ജീവൻ തയ്യാറായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവളും സൂമിനുമായിട്ട് ഫൈറ്റ് ചെയ്ത് 1-ാം നമ്പർ ഫ്ലാഗ് സ്വന്തമാക്കുന്നു. എന്നെ തോൽപ്പിച്ചപ്പോൾ നിനക്ക് സമാധാനമായോ? എനിക്ക് അങ്ങനെ എവിടെയെങ്കിലും കിടന്നുറങ്ങുവാനായിട്ട് സാധിക്കുകയില്ല എന്ന് സോമിൻ ജീവന്റെ അടുത്ത് പറയുമ്പോഴത്തേക്കും എനിക്കും അങ്ങനെ സാധിക്കുകയില്ല എന്നൊക്കെ ജീവൻ പറയുന്നുണ്ട്. പക്ഷെ സോമിനാകട്ടെ നിനക്കതിനെ സാധിക്കുമെന്നാണ് ഞാൻ വിചാരിച്ചിരുന്നതെന്നൊക്കെ അവളുടെ അടുത്തും പറയുന്നു. നീ എന്തുകൊണ്ടാ ഇപ്പോൾ എന്നെ വിജയിക്കുവാനായിട്ട് അനുവദിക്കാത്തത്? നീ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് കാണുമ്പോഴത്തേക്കും ഞാൻ എന്തോ ഒരു മോശം വ്യക്തിയാണെന്നൊക്കെ എനിക്ക് തോന്നിപ്പോക്കുകയാണ്. നിനക്ക് എന്താണ് സംഭവിച്ചതെന്നൊക്കെ സുമിൻ ചോദിക്കുമ്പോഴത്തേക്കും എനിക്ക് നിന്നെ ഇപ്പോൾ ഇഷ്ടമല്ല എന്നൊരു മറുപടിയൊക്കെ ആയിരുന്നു ജിവൺ നൽകിയിട്ടുണ്ടായിരുന്നത്. നിന്റെ സംസാരവും നീ ക്യൂട്ടാണെന്നൊക്കെ വരുത്തി തീർക്കുകയും ചെയ്യുന്നതൊക്കെ കാണുമ്പോഴത്തേക്കും എനിക്ക് ഒട്ടും തന്നെ ഇഷ്ടപ്പെടുന്നില്ല എന്നൊക്കെ ജിവൺ പറയുമ്പോഴത്തേക്കും നീയല്ലേ എന്നെ ഇങ്ങനെ ആക്കി മാറ്റിയതെന്നായിരുന്നു സുമിൻ ചോദിച്ചത്. പണ്ട് മുതലേ എനിക്ക് കിട്ടിയിരുന്ന എല്ലാം തന്നെ ഞാൻ നിനക്ക് വിട്ടു തന്നിട്ടുണ്ട്. പക്ഷെ ഇനി അത് ഉണ്ടാക്കുകയില്ല. ഞാൻ മിൻഹ്വാനെ വിവാഹം കഴിക്കുവാനായിട്ട് പോകുകയാണ്. ഞങ്ങൾക്ക് എപ്പോഴും നിന്റെ കൂടെ ഉണ്ടായിരിക്കുവാൻ കഴിയുകയില്ല എന്ന് ജിവണും അറിയിക്കുന്നു. അവളായിരുന്നില്ല മോശം വ്യക്തി. പക്ഷെ അവളോട് ഇങ്ങനെയൊക്കെ സംസാരിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ എന്തോ മോശം വ്യക്തിയാണെന്നുള്ള ഒരു തോന്നലൊക്കെ എനിക്ക് തന്നെ ഉണ്ടാക്കുകയാണെന്ന് ജീവൺ ചീഫിനെ അറിയിക്കുമ്പോഴത്തേക്കും നീ ചെയ്തത് വളരെ ശരിയായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. മറ്റുള്ളവരെ വിഷമിപ്പിക്കുവാൻ നിനക്ക് സാധിക്കുകയില്ല എന്ന കാര്യമൊക്കെ എനിക്കറിയാം. അതുകൊണ്ടാണ് നിനക്കും ഇങ്ങനെ തോന്നുന്നതെന്നൊക്കെ ചീഹുക്കും അറിയിക്കുന്നു. മിൻഹ്വാൻ കാരണമാണ് ജീവൻ തന്റെ അടുത്ത് ഇങ്ങനെ ചെയ്യുന്നതെന്നൊരു തോന്നലൊക്കെ സോമിന് ഉണ്ടായി കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെ ഇരിക്കെ സോമിന് മിൻഹ്വാനെ തന്നെ നോക്കിയിരിക്കുന്നതെല്ലാം തന്നെ
മിൻഹ്വാൻ ശ്രദ്ധിക്കുന്നു. സൂമിന് എന്തോ സംഭവിച്ചിട്ടുണ്ടെന്നുള്ള കാര്യമൊക്കെ മിൻഹ്വാൻ മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് തന്നെ സൂമിന്റെ അടുത്ത് ചെന്നിട്ട് നമുക്കൊന്ന് സംസാരിച്ചാലോ എന്ന് മിൻഹ്വാൻ ചോദിച്ചതിന് ശേഷം സൂമിനും മിൻഹ്വാനും കൂടി മറ്റൊരു സ്ഥലത്ത് പോയിരുന്ന് സംസാരിക്കുന്നു. സൂമിനും എന്തോ പറയുവാനുണ്ട് എന്ന രീതിയിലൊക്കെ നിൽക്കുന്നുണ്ടെങ്കിലും അവൾ പറയുവാനായിട്ട് മടിക്കുന്നത് കൊണ്ട് തന്നെ നമുക്കിന്ന് ഒന്നിച്ച് കിടന്നാലോ എന്നൊക്കെ ആയിരുന്നു മിൻഹ്വാനും അവളുടെ അടുത്ത് ചോദിക്കുന്നത്. പക്ഷേ നീ ജീവന്റെ ബോയ് ഫ്രണ്ട് ആണ്, ഞാൻ അവളുടെ ബെസ്റ്റ് ഫ്രണ്ടും. നമ്മൾ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ എന്തെങ്കിലും ഒരു മാറ്റമൊക്കെ ഉണ്ടാകുമോ എന്ന് അവൾ ചോദിക്കുമ്പോഴത്തേക്കും മദ്യം കുടിച്ചതുകൊണ്ടാണോ എന്ന് എനിക്ക് അറിയുകയില്ല. ഞാൻ എന്റെ മുമ്പിൽ ആരാണോ ഉള്ളത് അത് മാത്രമേ കാര്യമാക്കുകയുള്ളൂ എന്ന് അവനും പറയുന്നു. അവളും അങ്ങനെ തന്നെയാണെന്നൊരു മറുപടിയൊക്കെ കൊടുത്ത് കഴിയുമ്പോഴത്തേക്കും അവർ രണ്ടുപേരും പരസ്പരം കിസ് ചെയ്യുന്നു. ഇതെല്ലാം തന്നെ ജീവണും കാണുന്നു. ജീവന്റെ കണ്ണുകളൊക്കെ നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ജീവക്കും അവളുടെ കണ്ണൊക്കെ പൊത്തിയതിനു ശേഷം അവളെ അവിടെ നിന്ന് മാറ്റി നിർത്തുന്നു. നീ രണ്ട് കാര്യങ്ങൾ മാത്രമാണ് തീരുമാനിക്കേണ്ടത്. ഒന്ന്, അവർക്കെതിരായിട്ട് ഫൈറ്റ് ചെയ്യുവാൻ, മറ്റൊന്ന് വിജയിക്കുവാൻ. എന്തായാലും നിന്നെ കൊണ്ട് അതിനെ സാധിക്കുമെന്നൊക്കെ പറഞ്ഞ് ചീഹുക്കും ആളെ മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ട്. ഹയോണും ചൂറാനും കൂടെ ഒന്നിച്ചു നടന്നു വരുമ്പോഴത്തേക്കും നേരത്തെ ആ ഒരു മിൽക്കിറ്റ് പ്രൊജക്ടിനെ കുറിച്ച് ഓർക്കുമ്പോഴത്തേക്കും ചൂറാന് കുറച്ച് വിഷമമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ നീ അതിനെ ഓർത്ത് വിഷമിക്കേണ്ട കാര്യം ഒന്നും തന്നെയില്ല. മാനേജറാണ് എല്ലാ പ്രശ്നങ്ങളും ഉണ്ടാക്കിയത്. അതുകൊണ്ട് തന്നെ കുറ്റക്കാരൻ മാനേജർ മാത്രമാണെന്നൊക്കെ പറഞ്ഞിട്ട് ഹയോണും ചൂറാനെ സമാധാനിപ്പിക്കുന്നു. എനിക്ക് 15 വയസ്സുള്ളപ്പോഴാണ് ഞാൻ ആദ്യമായിട്ട് സുമിനെ കണ്ടത്. അവൾ ഒരുപാട് സുന്ദരിയായിരുന്നു. ഇത്രയും സുന്ദരിയായിട്ടുള്ള ഒരു കൂട്ടുകാരി എനിക്ക് ഉണ്ടെന്നൊക്കെ ഓർത്തിട്ട് എനിക്ക് എന്നോട് തന്നെ അഭിമാനം തോന്നി. മാത്രല്ല അവളെ കൈവിട്ട് കളയുവാനായിട്ട് തോന്നിയുമില്ല. എനിക്ക് വിശ്വസിക്കുവാനായിട്ട് ഒരാളെ ആവശ്യമായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ മിൻഹ്വാനെ തിരഞ്ഞെടുത്തത്. പക്ഷെ ഞാൻ തിരഞ്ഞെടുത്തത് മോശമായി പോയി. എന്റെ ലൈഫിൽ അതുകൊണ്ടാണ് ഇത്രയേറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത്. പക്ഷെ ഇപ്പോൾ എല്ലാം അവസാനിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് ജീവനും ഹാപ്പി ആയിട്ടൊക്കെ ഇരിക്കുകയാണ്. 2013 തിരിച്ചെത്തിയപ്പോഴത്തേക്കും നേരത്തെ ഉണ്ടായിരുന്നത് പോലെ തന്നെ തനിച്ചുള്ള ഒരു ജീവിതമായിരിക്കും ഇനിയും ഉണ്ടാക്കുക എന്നൊക്കെ ആയിരുന്നു ജീവൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ അതൊക്കെ മാറ്റിക്കൊടുത്തിട്ടുണ്ടായിരുന്നത് ജീഹുക്കാണ്. അതുകൊണ്ട് തന്നെ അവളും ജീഹുക്കിനോട് നന്ദി പറയും. ജീഹുക്കിന്റെ ലൈഫ് ആകട്ടെ വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒന്നായിരുന്നു. എങ്കിൽ പോലും ജീവനെ വീണ്ടും കാണുവാൻ സാധിച്ചതിൽ അവനും ഒരുപാട് സന്തോഷമുണ്ട്. നിനക്ക് ഞാൻ പകരമായിട്ട് എന്താണ് ചെയ്യേണ്ടത്? നേരത്തെ നീ എന്തായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നതെന്നൊക്കെ ജീവൻ ചോദിക്കുമ്പോഴത്തേക്കും ഞാൻ ചെയ്തതിന് എനിക്ക് പ്രതിഫലമായിട്ട് ഒന്നും തന്നെ ആവശ്യമില്ല എന്നൊക്കെ അവനും മറുപടി നൽകുന്നു. ഇനി പിറ്റേ ദിവസം രാവിലെ ആകുമ്പോഴത്തേക്കും മിൻഹ്വാനും ജീവനെ അന്വേഷിച്ചെത്തിയിരിക്കുകയാണ്. ഇന്നലെ രാത്രി സുഖമായിട്ട് നീ ഈ വാനിൽ കിടന്നാണല്ലേ ഉറങ്ങിയത്? ഞാൻ ആ സ്ലീപ്പ് ബാഗിൽ എങ്ങനെ കിടന്നാണ് ഉറങ്ങിയതെന്ന് നിനക്ക് അറിയാമായിരുന്നോ എന്നൊക്കെ മിൻഹ്വാൻ ചോദിക്കുമ്പോഴത്തേക്കും അവളാകട്ടെ ഞാൻ ഇന്നലെ നിന്നെ അന്വേഷിച്ചെത്തിയിട്ടുണ്ടായിരുന്നു. നീ തണുത്തു വിറച്ചായിരിക്കും കിടക്കുക എന്ന് വിചാരിച്ചിട്ട് കുറച്ച് പുതപ്പുകളും ഞാൻ കരുതി. പക്ഷേ അവിടെ എത്തി കഴിഞ്ഞപ്പോഴത്തേക്കും നിന്നെ കണ്ടിട്ടേ ഉണ്ടായിരുന്നില്ല. നീ എവിടേക്കായിരുന്നു പോയതെന്നൊക്കെ ജീവണും ചോദിക്കുന്നു. പക്ഷെ അതിന് മറുപടിയായിട്ട് അവനാകട്ടെ അവൻ ബാത്റൂമിൽ പോയതായിരിക്കുമെന്നൊക്കെയാണ് പറയുന്നത്. ഇനി സൂമിന്റെ കാര്യം കൂടി ജീവൻ ചോദിക്കുമ്പോഴത്തേക്കും അത് നിന്റെ ഫ്രണ്ട് അല്ലേ, അപ്പോൾ നിനക്കല്ലേ അവൾ എവിടെ പോയെന്ന് അറിയാവുന്നതെന്നൊക്കെ അവനും മറുപടി നൽകുന്നു. ഞങ്ങൾ രണ്ടുപേരും തമ്മിൽ ഇന്നലെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായെന്ന് ജീവണും അറിയിക്കുന്നു. ഇന്നലെ നിന്നെ ഇവിടെ കണ്ടേയില്ലായിരുന്നല്ലോ, നീ എവിടെയായിരുന്നു ഉറങ്ങിയിട്ടുണ്ടായിരുന്നതെന്നൊക്കെ ജുറാൻ ചോദിച്ചു കഴിയുമ്പോഴത്തേക്കും സൂമനാകട്ടെ മദ്യമൊക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നത് കൊണ്ട് തന്നെ വഴിയിൽ കിടന്ന് ഉറങ്ങിപ്പോയെന്നൊരു മറുപടിയൊക്കെയാണ് ജുറാന്റെ അടുത്ത് കൊടുക്കുന്നത്. അങ്ങനെ ഇരിക്കെ രാത്രി നടന്ന കാര്യത്തെക്കുറിച്ച് സോമന് വീണ്ടും ആലോചിക്കുന്നു. സോമനും മിൻഹ്വാനും തമ്മിൽ സെക്സ് ഒക്കെ നടന്നതിന് ശേഷം അവനാകട്ടെ ഈ ഒരു വിവരം ചിവുന്റെ അടുത്ത് നിന്ന് മറച്ചു വെക്കണമെന്നാണ് ആവശ്യപ്പെടുന്നത്. നീ അവളുടെ ബെസ്റ്റ് ഫ്രണ്ട് അല്ലേ, അപ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിച്ചു എന്നറിഞ്ഞാൽ അവൾ ഒരുപാട് വിഷമിക്കും. മാത്രമല്ല അവൾ എന്റെ അടുത്തൊന്നും ബ്രേക്കപ്പും ആകും. അതുകൊണ്ട് തന്നെ നമുക്കിത് ഒഴിവാക്കുവാനായിട്ട് ഇത് മനോഹരമായിട്ടുള്ള ഒരു മെമ്മറി ആയിട്ട് മാത്രം കരുതിയാൽ മതി എന്നൊക്കെ ആയിരുന്നു മിൻഹ്വാൻ പറഞ്ഞിട്ടുമുണ്ടായിരുന്നത്. മിൻഹ്വാൻ തന്റെ അടുത്ത് അങ്ങനെ സംസാരിക്കുമെന്ന് സുമൻ ഒരിക്കലും വിചാരിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ അതിന്റെ ദേഷ്യത്തിലാണ് അവളിപ്പോൾ ഉള്ളത്. ജീവണും ജീഹുക്കും എല്ലാം അവസാനിച്ചു എന്നൊക്കെ ആയിരുന്നു വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ മിൻഹ്വാനും സൂമനുമാകട്ടെ ഒന്നും നടന്നിട്ടില്ല എന്ന രീതിയിലൊക്കെ റിയാക്ട് ചെയ്യുന്നത് കാണുമ്പോഴത്തേക്കും അവരും ആകെ അത്ഭുതപ്പെട്ടു പോകുന്നു. ഇനി തിരിച്ചു വരുന്ന വഴിക്ക് ജൂൺ ആലോചിക്കുകയാണ്. പല ബോയ് ഫ്രണ്ട്സും അവളെ ഉപേക്ഷിച്ചൊക്കെ പോയിട്ടുണ്ടായിരുന്നു. പക്ഷെ മിൻഹ്വാൻ മാത്രമാണ് അവളുടെ കൂടെ എപ്പോഴും ഉണ്ടായിരുന്നത്. അതൊരു പക്ഷേ വിവാഹം കാരണമായിരിക്കുമെന്നാണ് അവൾ വിചാരിച്ചത്. പക്ഷെ അതായിരുന്നില്ല സത്യമെന്ന് അവൾ മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു. ഓഫീസിലെത്തി കഴിയുമ്പോഴത്തേക്കും മിൻഹ്വാൻ ഒരു നോട്ടീസ് ഒക്കെ കാണുകയാണ്. അതിലാകട്ടെ വർക്കുമായി ബന്ധപ്പെട്ട് വെളിയിൽ വർക്ക് ചെയ്യുവാനായിട്ട് മിൻഹ്വാനെയും സോമിനെയുമാണ് പറഞ്ഞയക്കുന്നത്. സോമിന്റെ ഒപ്പം ആയതുകൊണ്ട് തന്നെ മിൻഹ്വാൻ ഒരു മടിയൊക്കെ ഉണ്ടായിരുന്നു. എങ്കിൽ പോലും ജീവണും ബാക്കിയുള്ള ആൾക്കാർക്ക് മറ്റു വർക്കുകൾ ഉണ്ടെന്ന് പറഞ്ഞ് അവർ അതിൽ നിന്നും ഒഴിവാക്കുന്നു. സോമനും ജീവൺ ഒരു കാർഡൊക്കെ നൽകിയതിനു ശേഷം മിൻഹ്വാനെ കൂട്ടിക്കൊണ്ട് പോകുകയാണ്. സോമിൻ സ്മാർട്ടുമാണ്, നല്ലതുപോലെ തന്നെ വർക്കും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവൾ ഫുൾ ടൈം എംപ്ലോയി ഒക്കെ ആക്കുകയായിരുന്നെങ്കിലെന്ന് ജോറാനും ആഗ്രഹിക്കുന്നു. എനിക്ക് നീയില്ലാതെ ജീവിക്കുവാനായിട്ട് സാധിക്കുകയില്ല. എന്റെ എല്ലാം തന്നെ നീയാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു തവണത്തേക്ക് നീ എന്നോട് ക്ഷമിക്കാമോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് സോമിനും ജീവൻ ഒരു കത്ത് എഴുതിയിട്ടുണ്ടായിരുന്നു.
ഞാൻ മരണം വരെ കണ്ടതുകൊണ്ട് മാത്രമാണ് ഇപ്പോൾ ഈ ഒരു കത്തിൽ വിശ്വസിക്കാത്തത്. സാധാരണഗതിയിലുള്ള ആരായാലും ഇതിൽ വിശ്വസിച്ചു പോകുമെന്ന് പറഞ്ഞ ആ ഒരു കത്തൊക്കെ ഇപ്പോൾ ജീഹുക്കിനെയും അവൾ കാണിച്ചു കൊടുക്കുന്നു. അപ്പോൾ ആ ഒരു സീനോട് കൂടി ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കുകയാണ്. അടുത്തൊരു വീഡിയോ ആയിട്ട് ഇത്രയും വേഗം കാണാം. ബൈ.